Welcome back to our English classroom. First video നിങ്ങൾ കണ്ടില്ലായിരുന്നു ഈ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു അല്ലേ. അതിൽ ചില വേർഡ്സിൻ്റെ ഒന്നും മീനിങ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ആ മീനിങ്സ് ഒക്കെ നമ്മുടെ ഗ്ലോസറിയിലുള്ളതാണ്. നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം, എഴുതി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. എഴുതിയോ എല്ലാവരും? പിന്നെ അതുപോലെ തന്നെ ചിലതിൻ്റെയൊക്കെ മീനിങ്സ് ഇൻ കേസ് അതിലില്ലെങ്കിൽ ഡിക്ഷണറി ചെക്ക് ചെയ്യണം. ഡിക്ഷണറി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ മറന്നു പോകരുത്, നിങ്ങളത് ചെയ്ത് എഴുതി വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ റെഫർ ചെയ്തിരുന്നു അല്ലേ. അതിൻ്റെ ആൻസേഴ്സ് എല്ലാവരും എഴുതിയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് വൺ എന്താ? വൈ ഡിഡ് ദ ഓദർ ഫീൽ ഹാപ്പി? എന്തുകൊണ്ടാണ് ഓദർ ഹാപ്പി ആയത് അല്ലേ? എന്തുകൊണ്ടാണ് ഓദർ ഹാപ്പി ആയത്? ഓദർ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ഹി ഹാഡ് ബിക്കം ദ ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത്. ഓക്കെ, സെക്കൻഡ് വൺ, ബട്ട് ദെൻ കെയിം ദ ട്രസ്പാസസ്. ഹൂ വെർ ദ ട്രസ്പാസസ്? ട്രസ്പാസസിൻ്റെ മീനിങ് എന്താ? അതിക്രമിച്ച് കടക്കുന്നവർ. ആരൊക്കെയാണ് ഇവിടെ അതിക്രമിച്ച് കടന്നത്? ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ക്രോസ്, ഹോക്സ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, കുറേ പേര് അവിടെ നമ്മൾ കണ്ടു. അതൊക്കെയും തന്നെ അവിടെ വന്ന ട്രസ്പാസസ് ആണ്. ദെൻ വാട്ട് ഇസ് ദ തേർഡ് വൺ? വൈ ഡിഡ് ദ ഓദർ കോൾ ദ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ട്രസ്പാസസ്? ഓക്കെ, എന്തുകൊണ്ടാണ് ഓദർ ഇവരെയൊക്കെ ട്രസ്പാസസ് എന്ന് വിളിക്കുന്നത്? Okay, author called the birds and butterflies trespassers because, in spite of the fence and watchdog, they flew into the author's property without his permission. All these creatures entered into the author's property without any permission. Permission കൂടിയാണോ കയറിയത്? അല്ല. They did not seem to care for anyone in the world, not even the government. ഓക്കെ, അപ്പോൾ പെർമിഷൻ ഇല്ലാതെ കയറുന്നവരെയാണ് നമ്മൾ ട്രസ്പാസസ് എന്ന് പറയുന്നത്. ഇവരൊരു പെർമിഷൻ ചോദിച്ചിട്ടില്ല, വാച്ച് ഡോഗിനെ മൈൻഡ് ചെയ്തേയില്ല, ഫെൻസ് അവിടെയുണ്ട് അതും അവർ മൈൻഡ് ചെയ്തില്ല, ആരെ അവർക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ വന്നവരാണ് നമ്മുടെ ഈ ട്രസ്പാസസ്. ഫോർത്ത് വൺ, വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ബൈ ദ ഓദർ ടു ഡിസ്ക്രൈബ് ദ കോബ്ര? കോബ്രയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡിഗ്നിഫൈഡ്, മജസ്റ്റിക്, പിന്നെ അതിൻ്റെ മുന്നേ പറയുന്നു എ ഫിയേഴ്സ് ക്രീച്ചർ വിതൗട്ട് പോസ് ഓർ വിങ്സ് അല്ലേ. അതൊക്കെയും തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സാണ്. ഫിഫ്ത്ത് വൺ, ബട്ട് വേർ കുഡ് ഇറ്റ് ഗോ? വൈ ഡിഡ് ദ കോബ്ര ഗോ ടു സം അതർ പ്ലേസ്? എന്തുകൊണ്ടാണ് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തത്? ദ കോബ്ര കുഡ് നോട്ട് ഗോ ടു സം അതർ പ്ലേസ് ബിക്കോസ് ദ ഹോൾ എർത്ത് ഹാഡ് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ്. ചെറിയ ചെറിയ പീസുകളായി തുണ്ടമാക്കി എല്ലാവരും അതിൻ്റെ ഓണേഴ്സാണ് അല്ലേ. അതുകൊണ്ട് കോബ്ര എങ്ങോട്ടാണ് പോവുക? എവിടെ പോയാലും ഏതെങ്കിലും ഒരാളുടെ പറമ്പിലേക്കാവും പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെയല്ലേ എഴുതിയത് ക്വസ്റ്റ്യൻസൊക്കെ, ആൻസേഴ്സൊക്കെ? ഓക്കെ, അതിൽ ചെറിയ മിസ്റ്റേക്സൊക്കെ കാണും, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി, വേറെ എവിടെ നോക്കിയൊന്നും എഴുതണ്ട. ഓക്കെ, ഇപ്പോൾ ആൻസർ ഏകദേശം കറക്റ്റാണോ എന്ന് നോക്കാം. മീനിങ്സൊക്കെ നമ്മുടെ ഈ കറക്റ്റ് ആൻസറുമായിട്ട് അടുത്ത് വരുന്നുണ്ടോ നോക്കാം. നെക്സ്റ്റ് പോർഷൻ നോക്കാം. മൈ വൈഫ് സെഡ് ദ ജാക്ക് ഫ്രൂട്ട് ഹാസ് റൈപ്പൻഡ്. സ്ക്യൂറൽസ് ആൻഡ് ക്രോസ് ആർ ഫീസ്റ്റിംഗ് ഓൺ ഇറ്റ്. ദ ഗോവാസ് ആൻഡ് മാംഗോസ്, ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവറിത്തിങ്. ഓക്കെ, വൈഫ് വന്നിട്ട് നമ്മുടെ ബഷീറിനോട് പറയാണ് ദ ജാക്ക് ഫ്രൂട്ട് ഹാസ് റൈപ്പൻഡ്. റൈപ്പൻഡ് മീൻസ് പഴുത്തു. സ്ക്യൂറൽസും ക്രോസും അതിലെന്ത് നടത്തുകയാണ്? ഫീസ്റ്റിംഗ് സദ്യ അല്ലേ, ഫീസ്റ്റ് സദ്യ. ആർ ഫീസ്റ്റിംഗ് ഓൺ ഇറ്റ്. ആരൊക്കെയാണ്? സ്ക്യൂറൽസ് ആൻഡ് ക്രോസ് ആർ ഫീസ്റ്റിംഗ് ഓൺ ഇറ്റ്. ദ ഗോവാസ് ആൻഡ് മാംഗോസ്, ഓക്കെ, പേരക്കയും മാംഗോസും. ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവറിത്തിങ്. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. I replied, Bashir replied. What was his reply? But that is the beauty of it. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് അതിൻ്റെ ഭംഗി അല്ലേ. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഗോഡ് ഹാസ് മെയ്ഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. എന്തൊക്കെയാണ്? ദ ഫ്രൂട്ട്സ്, എഡിബിൾ റൂട്ട്സ്, ഗ്രാസ്, ഗ്രെയിൻ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത്ത് ആൻഡ് ലൈറ്റ്. ധാരാളം കാര്യങ്ങൾ ദൈവം നിർമ്മിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ്, എഡിബിൾ റൂട്ട്സ്, കഴിക്കാൻ പറ്റുന്ന റൂട്ട്സ് എന്തൊക്കെയാ സയൻസിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, നമ്മുടെ ടാപ്പിയൊക്കെ. അതുപോലെ എഡിബിൾ റൂട്ട്സ്, ഗ്രാസ്, ഗ്രെയിൻ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത്ത് ആൻഡ് ലൈറ്റ്. നൗ വൈൽ വി ആർ ദ ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ്, വിത്തൗട്ട് എ ഡൗട്ട് ദ ബേർഡ്സ്, ബീസ്റ്റ്, reptiles and insects too have a right to these things just as we have. നമുക്കറിയാം നമ്മളാണ് ഇതിൻ്റെ ഓണർ അല്ലേ. വൈൽ വി ആർ ദ ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ്. പക്ഷേ
ആർക്കും കൂടി ഇതിനകത്ത് അവകാശമുണ്ട്. ഓൾ ദീസ് ക്രീച്ചേഴ്സ് ഹാവ് എ റൈറ്റ് ടു ദീസ് തിങ്സ് ജസ്റ്റ് ആസ് വി ഹാവ്. നമുക്കുള്ളതുപോലെ തന്നെ അവർക്കും ഇതിലൊരു അവകാശമുണ്ട്. God has made them for all the creatures and we had better remember that occasionally. എല്ലാവർക്കും കൂടിയാണ് ദൈവം ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. God has made all these things for all the creatures, for all the animals അല്ലേ. എല്ലാ മൃഗങ്ങൾക്കും അല്ലെങ്കിൽ ഇൻസെക്ട്സ്, ബേർഡ്സ് എല്ലാവർക്കും കൂടെയാണ് ദൈവം ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെന്ത് ചെയ്യണം? വി ഷുഡ് റിമെമ്പർ ദാറ്റ് ഒക്കേഷണലി. നമ്മളത് ഇടയ്ക്കൊന്ന് ഓർക്കണം അല്ലേ. ഈ ലാൻഡ് നമുക്ക് മാത്രമല്ല, ഇറ്റ്സ് ഫോർ ഓൾ ദ ക്രീച്ചേഴ്സ്, എല്ലാ ക്രീച്ചേഴ്സിനും കൂടി ഉള്ളതാണ്. ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? മൈ വൈഫ് ആസ്ക്ഡ്. ഭാര്യ ചോദിക്കുക, ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? അല്ലേ, റാറ്റ്സിനും റൈറ്റ് ഉണ്ടോ? റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ. ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. അവരെന്താ ചിന്തിക്കുന്നത്? മനുഷ്യന്മാർക്ക് ഒരു അവകാശവും ഇല്ലെന്ന് അവർ ചിന്തിക്കുന്നത്. ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. ദേ ഗോ അബൌട്ട് ആസ് ദോ ദ എർത്ത് ബിലോങ്സ് ടു ദം. അവരെങ്ങനെയാണ് നടക്കുന്നത്? ദേ ഗോ അബൌട്ട് ആസ് ദ എർത്ത് ബിലോങ്സ് ടു ദം. അവരുടെ മാത്രമാണ് അല്ലേ. ഷീ സെഡ്. സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. How sad that we kill rats to let our own life undisturbed. ഇപ്പോൾ ഭാര്യ പറയാണ് എന്ത് ചെയ്യണം? We go around killing them. ഓക്കെ, എന്താണ് ബഷീറിൻ്റെ മറുപടി? അപ്പോൾ ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ്. നമ്മൾ റാറ്റ്സിനെ കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ട്? ടു ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. നമ്മുടെ ലൈഫ് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തതാക്കി മാറ്റാൻ അല്ലേ. ടു ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. What we need is a new scientific way of living. അല്ലേ, ഒരു പുതിയ ശാസ്ത്രീയ രീതിയാണ് നമ്മൾ ശരിക്കും വേണ്ടത്. വാട്ട് വി നീഡ്, എന്താ നമുക്ക് ആവശ്യം? വാട്ട് വി നീഡ് is a new scientific way of living. A new way that helps us to live without killing any living creatures. ആരെയും കൊല്ലാതെ അല്ലേ, ആരെയും കൊല്ലാതെ ഒരു നന്നായിട്ട് ജീവിക്കാൻ കഴിയണം. ദാറ്റ് വി നീഡ് എ ന്യൂ വേ ദാറ്റ് ഹെൽപ്സ് us to live without killing any living creatures. Anyway, I had no taste for killing rats or anything else. ഇതൊക്കെ ചിന്തിച്ചിട്ട് ബഷീർ മറുപടി പറയും. ഇതൊക്കെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് അല്ലേ. മനസ്സിലിങ്ങനെ ചിന്തിച്ചു. what he replied, anyway, I had no taste for killing rats or anything else. ഒന്നിനെ കൊല്ലാൻ എനിക്കൊരാഗ്രഹമില്ല. While that was so, however, I had to do something soon about our coconuts. എന്ത് ചെയ്യണം? ഈ കോക്കനട്ട്സിന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ആ തുടക്കത്തിൽ പറയുന്നുണ്ട് ധാരാളം കോക്കനട്ട്സ് ഇങ്ങനെ സമൃദ്ധമായിട്ട് നിന്നപ്പോൾ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മുടെ ബഷീർ വന്ന കാര്യമൊക്കെ നമ്മൾ ആദ്യം വായിച്ചു. While that was so, however, I had to do something soon about our coconuts. We needed them. They formed a part of our daily food. But what could I do? I wondered, what could I do? Sixth question, why did God create a variety of things in this universe? എന്തുകൊണ്ടാണ് ദൈവം ഇവിടെയുള്ള ഈ വെറൈറ്റി ഓഫ് തിങ്സ് നിർമ്മിച്ചത്? എന്തുകൊണ്ടാണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ, God created a variety of things in this universe like fruits, edible roots, grass, grain, water, etc. for the survival of all the creatures. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ക്രീച്ചേഴ്സിൻ്റെയും അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ദ creatures. Just like human beings, birds, beasts, reptiles and insects too have a right to these things. മനുഷ്യനുള്ളതുപോലെ just like human beings ആർക്കും റൈറ്റ്സ് ഉണ്ട്. ബേർഡ്സ്, ബീസ്റ്റ്, reptiles and insects too have a right to these things. Okay. Seventh question, why did the author think of a scientific way of living? Why did the author think of a scientific way of living? The author thought of a scientific way of living so that man would be able to live without killing any living creatures. Okay, അതുകൊണ്ട് മനുഷ്യന് ആരെയും കൊല്ലാതെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഓഥർ ഒരു സയൻറ്റിഫിക് വേയെ കുറിച്ച് ചിന്തിക്കുന്നത്. ദെൻ ദർ വിൽ ബി പെർഫെക്റ്റ് ഹാർമണി അമംഗ് ദ ലിവിങ് തിങ്സ്. ഓക്കെ, ലിവിങ് തിങ്സിൻ്റെ ഇടയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹാർമണി, ഒരു നല്ല അവസ്ഥ ഉണ്ടാവും. ഓക്കെ,
നെക്സ്റ്റ് ഭാഗത്തേക്ക് വരാം. വൈൽ ഐ വാസ് സ്റ്റിൽ വണ്ടറിങ് മൈ വൈഫ് ഡിസൈഡഡ് ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹെർ ഓൺ ഹാൻഡ്സ് വൺ ഡേ. ഓക്കെ, നമ്മൾ ബഷീർ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുള്ളൂ അല്ലേ, സയൻറ്റിഫിക് വേ വരണം എന്നൊക്കെ ചിന്തിച്ച് പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതുള്ളൂ. പക്ഷേ വൈൽ ഐ വാസ് സ്റ്റിൽ വണ്ടറിങ്, ഞാൻ വണ്ടറടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. മൈ വൈഫ് ഡിസൈഡഡ് ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹെർ ഓൺ ഹാൻഡ്സ്. ഷീ ഡിസൈഡഡ് ടു ഡു സംതിങ് ഫോർ killing these rats. She went shopping for 2 hours and bought many things. എവിടെ പോയി? ഷോപ്പിങ്ങിന് പോയി, കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. One was a large tin of rat poison. എന്താണെന്ന് കൊണ്ടുവന്നത്? She bought many things. One was a large tin of rat poison. The poison was mixed with bananas, rice, tapioca and left everywhere in the compound. What did she do? She mixed the poison with bananas, rice, tapioca and left everywhere in the compound. She poured it everywhere in the compound. In 4 days, 5 hens, 12 squirrels, 200 rats and a cat disappeared. Okay, 4 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ അവിടുന്ന് ഡിസപ്പിയർഡായി, എന്തൊക്കെ ക്രീച്ചേഴ്സ് അവിടുന്ന് ഡിസപ്പിയർഡായി? 5 hens, okay, 12 squirrels, 200 rats and a cat disappeared. Okay, but the tender coconuts went on falling. എന്തിനു വേണ്ടിയിട്ട് ഈ പോയിസൺ വെച്ചത്? To save the coconuts. But the tender coconuts went on falling. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, വീഴുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. Everyone now accused the owls. ഇപ്പം ആരെയാ കുറ്റം പറയണത്? Everyone now accused the owls. They pecked the tender coconuts. A few months later, however, the real culprits were found out, the bats. Okay, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ശരിക്കുള്ള കാരണക്കാരെ കണ്ടെത്തി. ഓക്കെ, ആരാണത്? The bats. After dusk, huge bats came in swarms and flew straight to the palms where the tender coconuts hung, clinging to the outer coverings of the coconuts. They gnawed into them from the softest sides at the top. When they had cut through the kernel within, they sucked out the sweet, nourishing water stored inside and flew away satisfied. Let's buy a gun, said my wife. We can shoot the bats and foxes and the polecats with it. After dusk, the huge bats came in swarms and flew straight to the palms where the tender coconuts hung. After dusk, huge bats came in swarms, കൂട്ടമായിട്ട്, ഗ്രൂപ്പായിട്ട്, and flew straight to the palms where the tender coconuts hung. അല്ലേ, ടെൻഡർ കോക്കനട്ട്സ് തൂങ്ങിക്കിടക്കുന്ന പാംസിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആര് പോയി? നമ്മുടെ ബാറ്റ്സ്, ഹ്യൂജ് ബാറ്റ്സ് കെയിം ഇൻ സ്വാംസ്. എങ്ങനെ അവർ വന്നത്? ഗ്രൂപ്പായിട്ട്. Okay, clinging to the outer coverings of the coconuts, they gnawed into them from the softest sides at the top. Okay, clinging to the outer coverings of the coconuts. കോക്കനട്ട്സിൻ്റെ ഔട്ടർ കവറിങ്ങിൽ ക്ലിങ്ങിങ്, തൂങ്ങിക്കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? ദേ നോവ്ഡ്. നോവ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നെ കാർന്ന് തിന്നാണ്. നോവ്ഡ് ഇൻ ടു ദം ഫ്രം ദ സോഫ്റ്റസ്റ്റ് സൈഡ്സ് അറ്റ് ദ ടോപ്പ്. മുകളിൽ അതിൻ്റെ സോഫ്റ്റസ്റ്റ് സൈഡിൽ നിന്ന് ഓക്കെ അതിങ്ങനെ കാർന്ന് തിന്നാണ്. നോവ്ഡ് ഇൻ ടു ദം ഫ്രം ദ സോഫ്റ്റസ്റ്റ് സൈഡ്സ് അറ്റ് ദ ടോപ്പ്. വെൻ ദേ ഹാഡ് കട്ട് ത്രൂ ദ കേർണൽ വിത്തിൻ, അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയുടെ ഉൾഭാഗം, അതിൻ്റെ പരിപ്പ് ഭാഗം. ഓക്കെ, ദേ സെറ്റ് ഔട്ട് the sweet nourishing water stored inside and flew away satisfied. അപ്പോൾ എങ്ങനെയാണ് അവർ ആ ചിത്രം ഒന്നൊരു വിഷ്വൽ ഇമേജ് ആക്കിക്കുക നമ്മുടെ മനസ്സിലേക്ക്. when they had and when clinging to the outer coverings of the coconuts, they gnawed into them from the softest side at the top. Okay, when they had cut through the kernel within, അതിൻ്റെ ഉള്ളിലുള്ള അതിന് ചിരട്ട അല്ലേ, ആ ഭാഗം അവർ കട്ട് ചെയ്തതിന് ശേഷം ദേ സക്ഡ് ഔട്ട്, വലിച്ചു കുടിക്കുന്നത് എന്ത്? ദ സ്വീറ്റ് നറിഷിങ് വാട്ടർ. എന്താണിത്? നമ്മുടെ കരിക്കിൻ്റെ വെള്ളം അല്ലേ. സ്റ്റോർഡ് ഇൻസൈഡ് ആൻഡ് ഫ്ലൂ അവേ. എങ്ങനെയാണ് പോകുന്നത്? സാറ്റിസ്ഫൈഡ്, സംതൃപ്തരായിട്ടാണ് അല്ലേ. സാറ്റിസ്ഫൈഡ്. ലെറ്റ്സ് ബൈ ഗൺ, സെഡ് മൈ വൈഫ്. We can shoot the bats, the foxes
and the polecats with it. Okay, let us buy a gun. We can shoot the bats, foxes, polecats. The polecats, വെരുക്, നമ്മുടെ കോഴിയൊക്കെ പിടിക്കാൻ വരുന്ന വെരുകാണ് പോൾക്കാറ്റ്സ്. ഓക്കെ, നോട്ട് മീ, ഐ സെഡ്. ബഷീറിന് പേടിയായില്ലേ? ഞാനില്ല, നോട്ട് മീ. ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. കണ്ടുപിടിക്കേ വേണ്ടായിരുന്നു ഗൺസ്. ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. ബട്ട് alas, a few days later, my wife's cousin turned up with a grim looking gun. എങ്ങനെയാണ് വന്നത്? വൈഫിൻ്റെ കസിൻ ഗ്രിം ലുക്കിംഗ്, ഭയങ്കര ഉഗ്രമായിട്ടുള്ളൊരു ഗണ്ണും കൊണ്ടാണ് വന്നത് അല്ലേ? ഗ്രിം ലുക്കിംഗ് ഗൺ. ഹി സെഡ്, nearly 3,000 coconuts are destroyed every day. These bats are the pest. ആരാണ് അതിൻ്റെ കീടങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആരാണ്? ബാറ്റ്സ് ആണ്. ബട്ട് പെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡ് നിങ്ങൾക്ക് അറിയുന്നത് പെസ്റ്റിസൈഡ് അല്ലേ? പെസ്റ്റിസൈഡ് ഓർമ്മയുണ്ടല്ലോ എന്താണ് അതെന്ന്. ബട്ട് there is no point in shooting bats down at this spot. ഓക്കെ, ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു കറക്റ്റ് പോയിൻ്റ് ഒന്നുമില്ല. On a little islet nearby stands an old temple. ഐലറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ തുരുത്ത്. അവിടെ എന്തുണ്ട്? ഒരു ഓൾഡ് ടെമ്പിൾ. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് banyan trees. You can see at least 3,000 bats hanging on the twigs of the banyan tree. I'm going to kill them all. ഓക്കെ, അപ്പോൾ അവർ അവിടെ പോകാൻ തീരുമാനിച്ചു. ബാനിയൻ ട്രീയിൽ എന്തുണ്ട്? റിയർലി എത്രയാ? 3,000 bats hanging on the twigs of this banyan tree. I'm going to kill them all. I prayed fervently. Oh bats, save your life. ഓക്കെ, ഐ പ്രേഡ് ഫെർവെൻ്റ്ലി. ഇങ്ങനെ ഭക്തി നിർഭരമായിട്ട് വളരെ തീക്ഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഓ ബാറ്റ്സ് സേവ് യുവർ ലൈഫ്. ഇറ്റ് വാസ് അസ്റ്റോണിഷിങ്. ഇറ്റ് വാസ് എ മിറക്കിൾ അല്ലേ? അസ്റ്റോണിഷിങ്, ഭയങ്കര അത്ഭുതപ്പെടുന്ന ഒന്ന്. ഒരു മിറക്കിളാണ്, ഒരു അത്ഭുതമാണ്. എന്താണ് അവിടെ നടന്ന അത്ഭുതം? ദ ബാറ്റ്സ് വർ സേവ്ഡ്. രക്ഷപ്പെട്ടു. ദ ബാറ്റ്സ് വർ സേവ്ഡ്. മൈ വൈഫ് ആൻഡ് ഹർ കസിൻ കെയിം ബാക്ക് ഇൻ അബൌട്ട് 2 hours time looking really scared. രണ്ടുപേരും തിരിച്ചു വന്നു. എങ്ങനെയാണ് അവർ കാണപ്പെട്ടത്? സ്കെയർഡ് ആണ്, ഭയങ്കര പേടിച്ച രീതിയിലാണ് കാണപ്പെട്ടത് അല്ലേ? മൈ വൈഫ് സെഡ്, വി ജസ്റ്റ് മാനേജ്ഡ് ടു എസ്കേപ്പ് നാരോലി. ഞങ്ങൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. വി ജസ്റ്റ് മാനേജ്ഡ് ടു എസ്കേപ്പ് നാരോലി. ദർ ആർ സം ഹൗസസ് around the temple. എന്തുണ്ട് അവിടെ? There are some houses around the temple. When we arrived at the place, 100 people with weapons surrounded us within minutes. Okay, many people, 100 people with weapons, ആയുധങ്ങളുമായിട്ട് surrounded us within minutes. മിനിറ്റുകൾക്കകം they surrounded us with the weapons. They looked menacing. അവരെ കണ്ടാൽ നമുക്ക് പേടിയാവും. അതുപോലെയാണ് അല്ലേ? If we shot at the bats, they said they would kill us. ഞങ്ങൾ എന്ത് ചെയ്താൽ ഞങ്ങളെ കൊല്ലും. എന്ത് ചെയ്താലും ഇഫ് വി ഷോട്ട് അറ്റ് ദ ബാറ്റ്സ്, ഞങ്ങൾ ബാറ്റ്സിനെ ഷൂട്ട് ചെയ്താൽ അല്ലേ? ഇഫ് വി ഷോട്ട് അറ്റ് ദ ബാറ്റ്സ്, ദേ സെഡ് ദേ വുഡ് കിൽ അസ്. ഞങ്ങളെ അവർ തട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഡു യു നോ വൈ? ദേ ബിലീവ് ദാറ്റ് ദ ബാറ്റ്സ് ആർ ദ സോൾസ് ഓഫ് ദെയർ ആൻസസ്റ്റേഴ്സ്. വാട്ട് ഈസ് ദെയർ ബിലീഫ്? They believe that the bats are the souls of their ancestors. Ancestor എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവികർ. അവരുടെ പൂർവികരുടെ സോളാണ്. SOUL. സോൾസ് എന്ന് പറഞ്ഞാൽ ആത്മാക്കളാണ് ഈ ബാറ്റ്സ് എന്നാണ്. അതാണ് അവരുടെ ബിലീഫ്. ഐ ടുക്ക് എ ഡിസിഷൻ ദെൻ. ഞാനൊരു തീരുമാനം എടുത്തു. ആരാ അവിടെ തീരുമാനം എടുത്തത്? നമ്മുടെ ഓതർ. ഹു ഈസ് ദ ഓതർ? ബഷീർ. ഐ ടുക്ക് എ ഡിസിഷൻ ദെൻ. I said firmly, വളരെ ഫേമായിട്ട് ഞാൻ പറഞ്ഞു, bats are no ancestors of ours, but they are among God's countless creations. പക്ഷെ അവർ ആരാണ്? They are no ancestors of ours. Bats are no ancestors of ours, but they are among God's countless creations. എണ്ണിക്കൂടാത്ത ക്രിയേഷൻസിൽ പെട്ട ഒരാളാണ് ആര്? നമ്മുടെ ഈ ബാറ്റ്സും. Let the coconuts be destroyed. കോക്കനട്ടിനെ അത് ഡിസ്ട്രോയ് ആയിക്കോട്ടെ, അതിനെ അങ്ങനെ തന്നെ വിട്ടേക്ക്. That doesn't matter. Let us be satisfied with what is left after they have taken their share.
ഓക്കെ, എന്താ അവർ ബാക്കി വെച്ചത്? ലെറ്റ് us be satisfied with what they left. They certainly have a right to the coconuts. These bats have a right on this coconut. അല്ലേ, അവർക്കും ഈ കോക്കനട്ടിന്മേൽ ഒരു റൈറ്റ് ഉണ്ട്. All living beings are the rightful inheritors of the earth. എല്ലാ ലിവിങ് ബീങ്സും എന്താണ്? All living beings are the rightful inheritors of the earth. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാഠം ഒരുവിധം മനസ്സിലായില്ലേ? ഒരുവിധമൊക്കെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മീനിങ്സൊക്കെ ഇനിയും മീനിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. നമ്മുടെ ഗ്ലോസറി റെഫർ ചെയ്യണം. അറിയാത്ത വാക്കിൻ്റെയൊക്കെ ഡിക്ഷണറി റെഫർ ചെയ്യണം. അതൊരു ആക്ടിവിറ്റിയാണ്, അത് നിങ്ങൾ ചെയ്യണം, മറക്കരുത്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം. പക്ഷേ അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ബൈ.